വിഷയം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഗുണങ്ങൾ അത് ഒറ്റമൂലിയാണ്. അത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കൊളസ്ട്രോൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾക്ക് ദിവസവും ഭക്ഷണത്തിനോടൊപ്പമോ അതിനുശേഷമോ 4-5 അല്ലി വെളുത്തുള്ളി ചതച്ച് കഴിക്കുക. പായസം, ചക്കപ്പഴം, മാമ്പഴം ഇവ കഴിച്ച് ദഹനക്കേടുണ്ടായാൽ ചുക്ക് ചതച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. 1 ടീസ്പൂൺ ഇഞ്ചിനീര് തേൻ ചേർത്ത് കഴിച്ച് ചുമയ്ക്ക് ആശ്വാസം ലഭിക്കും. കൊളസ്ട്രോൾ കുറയ്ക്കാൻ വെളുത്തുള്ളി വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഹൃദയസ്തംഭനവും ഹൃദ്രോഗവും കുറയ്ക്കാനും ഇവ സഹായിക്കും. ശുദ്ധമായ വെണ്ണ രക്തത്തിന് കട്ടി കൂടുകയും കൊളസ്ട്രോൾ ഉയർത്തുകയും ചെയ്യും. ഇത് രക്തധമനികൾ കട്ടിയാകുന്നതിനും കനം വയ്ക്കുന്നതിനും കാരണമാകും. ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നതും വെളുത്തുള്ളി തടയും. ശരീരത്തെ വിഷമുക്തമാക്കാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച ആഹാരപദാർത്ഥങ്ങളിൽ ഒന്നായാണ് വെളുത്തുള്ളി സമാന്തര ചികിത്സാ വിഭാഗത്തിൽ കരുതുന്നത്. പരാതങ്ങളെയും വിരകളെയും അകറ്റാൻ, പകർച്ചപ്പനി, പ്രമേഹം, വിഷാദം, പലതരം അർബുദങ്ങൾ എന്നിവ പ്രതിരോധിക്കാനുള്ള ശക്തി വെളുത്തുള്ളിക്കുണ്ട്. ഭക്ഷണത്തിൽ വെളുത്തുള്ളി ചേർത്ത് കഴിക്കുന്നത് ദഹനത്തെ സഹായിക്കുകയും വയറിന് സുഖം പകരുകയും ചെയ്യും. വില്ലൻ ചുമ, കണ്ണുവേദന, വയറുവേദന എന്നിവയ്ക്ക് പറ്റിയ ഔഷധമാണ് വെളുത്തുള്ളി. കൂടാതെ ഗ്യാസ് ട്രബിളിന് വെളുത്തുള്ളി ചതച്ച് പാലിൽ കാച്ചി ദിവസവും രാത്രി കഴിക്കുന്നത് ഫലപ്രദമാണ്. വെളുത്തുള്ളി കഷായം, ശതകുപ്പ ഇവ പൊടിച്ച് ഗുളികയാക്കി ചൂടുവെള്ളത്തിൽ ദഹനക്കേടിന് കഴിക്കാവുന്നതാണ്. വെളുത്തുള്ളി പിഴിഞ്ഞ നീരിൽ ഉപ്പുവെള്ളം ചേർത്ത് ചൂടാക്കി ചെറു ചൂടോടെ 3 തുള്ളി വീതം ചെവിയിൽ ഒഴിച്ച് ചെവിവേദനയ്ക്ക് ശമനമുണ്ടാകും. 1 ടീസ്പൂൺ ഇഞ്ചിനീരും തേനും ചേർത്ത് കഴിച്ചാൽ ചുമ കുറയും. കഫശല്യം, ചെറിയ കഷ്ണം ഇഞ്ചി ചുട്ട് തൊലി കളഞ്ഞ് കഴിക്കുക. ഇഞ്ചി അണുബാധകൾക്കെതിരെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം മരുന്നാണ്. കഫക്കെട്ടിനും ചുമയ്ക്കും തൊണ്ടവേദനയ്ക്കുമെല്ലാം ചേർന്നൊരു പരിഹാരമാണിത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും